നമസ്കാരം. സമഗ്രയിലേക്ക് സ്വാഗതം. പാനൂർ നഗരസഭയിലെ 10ാം വാർഡിൽ വാർഡ് സഭായോഗം സംഘടിപ്പിച്ചു. കെ.പി. മോഹനൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. കൗൺസിലർ എം. രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. പാനൂർ നഗരസഭയിലെ 10ാം വാർഡിൽ വാർഡ് സഭായോഗം സംഘടിപ്പിച്ചു. കെ.പി. മോഹൻ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിച്ചു. പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന ഫണ്ട് അതത് മുനിസിപ്പാലിറ്റിയിൽ നിന്നും വാർഡിലേക്ക് നൽകുന്ന ഫണ്ട്. അപ്പോൾ മുനിസിപ്പാലിറ്റിയിലാണെങ്കിൽ അവർക്ക് തനതായ ഫണ്ട് കൊണ്ട് പല കാര്യങ്ങളുമുണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോഴും പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫണ്ടിൻ്റെ കുറവുമാണ്. ഇതൊക്കെ തന്നെയാണുള്ളത്. അത് ജലസേന പദ്ധതിക്കൊക്കെ തന്നെ പ്രത്യേക പദ്ധതിയാണ് അമൃത് പദ്ധതി. അപ്പം അങ്ങനെയുള്ള പദ്ധതികളൊക്കെ തന്നെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ ഈ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവലോകനം നടത്താൻ വേണ്ടി വിളിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ചർച്ചകൾക്ക് വരുന്നത് ഈ മുനിസിപ്പാലിറ്റികളിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ്. വാർഡ് കൗൺസിലർ എം. രത്നാകരൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. 2025-26 വർഷത്തെ പദ്ധതി വിശദീകരണം പാനൂർ നഗരസഭ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ടി രാജൻ മാസ്റ്റർ നിർവഹിച്ചു. 4ാം വാർഡ് കൗൺസിലർ ഹാജിറ ഖാദർ, NK നാണു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വൈദ്യർപീടിക, അണിയേരി, മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം, പഴശ്ശിക്കനാൽ റോഡ് താറിങ് നടത്താൻ ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷേത്രം ഭാരവാഹികൾ MLA-ക്ക് നിവേദനം നൽകി. വാർഡ് വികസന സമിതി കൺവീനർ K. കാർത്തിക സ്വാഗതവും കോർഡിനേറ്റർ ഷൈനിമോൾ നന്ദിയും പറഞ്ഞു. സമഗ്ര ന്യൂസ്, പാനൂർ.